ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു കണ്ടീഷണർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ തന്നെ. അങ്ങനെ കെമിക്കൽസ് ഒന്നും ഞാനിതിൽ യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് കേട്ടോ കണ്ടീഷണർ എന്ന് പറയുന്നത്. ഒരു വൈറ്റ് കളറിലാണ്, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വൈറ്റ് കളറിലാണ്. അപ്പോൾ നമുക്ക് ഇത് ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാം. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 7 ദിവസം വരെ ചീത്തയാവേണ്ടത് നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഒരു കുഞ്ഞു ഫാമിലിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് 1 കപ്പ് തേങ്ങാപ്പാൽ, പിന്നെ ആവശ്യത്തിന് തേങ്ങാവെള്ളം, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഒരു ഹാഫ് ലെമൺ, 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ആവശ്യത്തിന് അലോവേറ ജെൽ. എന്നിട്ടൊരു കുഞ്ഞ് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് തേങ്ങാപ്പാലും തേങ്ങാവെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് അലോവേറ ജെല്ലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. നമ്മൾ ചുമ്മാ ഇങ്ങനെ മിക്സി എടുത്ത് അടിക്കുമല്ല കേട്ടോ വേണ്ടത്. നമ്മൾ റൈറ്റിലേക്കാണ് സാധാരണ അടിക്കാറ്. ഇത് നമ്മൾ ലെഫ്റ്റിലേക്കാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷണർ റെഡി ആയിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. കുറച്ചുകൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു ബോട്ടിലിൽ എടുത്തു വയ്ക്കാം. ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ മതി. ഒരു 7 ദിവസം വരെ ഇത് കേടാവാണ്ട് നിൽക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ കെമിക്കൽ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ഒരുപാട് എഫക്റ്റീവ് ആയിരിക്കും ഇത്. അപ്പോൾ ഞാൻ ഈ കണ്ടീഷണർ എങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമുക്കിത് ആഫ്റ്റർ ഷവർ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുടി ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നനച്ചിട്ട് അപ്പോൾ ഇച്ചിരി വെറ്റ്നസ് ഒക്കെ അതിലുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ജസ്റ്റ് മുടി ഇങ്ങനെ മുന്നിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് സ്കാൽപ്പിൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് ഇച്ചിരി നമ്മൾ എങ്ങനെയാണോ കെമിക്കൽ ഷാമ്പു യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലായാലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കെമിക്കൽ ഷാമ്പു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിലൊന്നും ആവാണ്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ലതാണ് നമ്മുടെ മുടിക്ക്. കാരണം നമ്മളിതിൽ തേങ്ങാവെള്ളം, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ, പിന്നെ അലോവേറ ജെല്ല് മാത്രമാണ് പുറത്തുനിന്ന് യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഞാൻ അത്ര ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അലോവേറ ജെല്ല് തന്നെ എടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള അലോവേറ ജ്യൂസ് എടുത്താലും മതി. ഞാനിത് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. നന്നായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറക്കാണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഉടനെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. കീപ് വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ബൈ.